വെൽ ബിഗൺ ഹാഫ് ഡൺ എന്നാണല്ലോ ചൊല്ല്. ആ അർത്ഥത്തിൽ ഫൊക്കാനയുടെ സമ്മേളനം കൺവെൻഷൻ 22ാമത് കൺവെൻഷൻ നല്ല തുടക്കം. അതുകൊണ്ട് തന്നെ പകുതി വിജയിച്ചു എന്ന് ഇപ്പോൾ തന്നെ പറയാം. എന്ന് മാത്രമല്ല, ഈ പെൻസിൽവേനിയയിലെ പോക്കണോസ് മലനിരകളിലുള്ള കൽഹാരി വാട്ടർ പാർക്ക് അതിഗംഭീരം. പിന്നെ അവിടെ ഇല്ലാത്ത സംവിധാനങ്ങളില്ല. അതുപോലെ തന്നെ കുട്ടികൾക്കെല്ലാം കളിക്കാനും എല്ലാവിധ സംവിധാനങ്ങളുമുള്ള സ്ഥലം, ആളുകൾക്ക് വിശാലമായ സ്ഥലം. നടന്ന് നമ്മൾ മടുത്തു പോകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പതിവ് പോലെ ഫൊക്കാന കൺവെൻഷൻ ചെണ്ടമേളം, പിന്നെ ഘോഷയാത്ര നമുക്കറിയാം. സെറ്റ് സാരി ഉടുത്ത സ്ത്രീകൾ, കസവുമുണ്ടും ജൂബയുട്ട പുരുഷന്മാർ, ചെണ്ടമേളം, പിന്നെ താലപ്പൊലി, ഇങ്ങനെയുള്ള ആ പതിവ് ചടങ്ങ്. അതും തിരക്കേടില്ല. അത് പ്രത്യേകിച്ച് ഈ മലനിരകളിൽ അപ്പുറത്തെല്ലാം പിന്നെ വനവും ഒക്കെ ആകുമ്പോൾ നല്ല ചിത്രത്തിനുള്ള സ്കോപ്പാണ്. എന്തുകൊണ്ടും മനോഹരമായിരുന്നു. സന്ധ്യാസമയത്ത് ആ ഘോഷയാത്ര അതിമനോഹരമായിരുന്നു എന്ന് പറയാതെ വയ്യ. പിന്നെ പതിവ് ചടങ്ങ്, 1-2 നൃത്തങ്ങൾ, മാലിനി നായരും പിന്നെ സംഘവും നേതൃത്വം നൽകിയ നൃത്തം, അതുപോലെയുള്ള നൃത്യങ്ങൾ. തുടർന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ ശ്രദ്ധേയമായ കാര്യം, ഈ നാട്ടിൽ നിന്ന് കുറച്ച് പേര്, കാര്യപ്പെട്ട ആളുകൾ വന്നിട്ടുണ്ട്. ഈ മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള പിന്നെ ചെണ്ടമേളം ഉണ്ടായിരുന്നു. അതായിരുന്നു ഒരു തുടക്കം. നല്ല തുടക്കം. അത് എല്ലാവരും ആസ്വദിച്ചു എന്ന് തോന്നിപ്പോയി എന്ന് തോന്നുന്നു. ഇനി അതിനുശേഷം നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ പതിവ് പ്രസംഗങ്ങൾ, പ്രസിഡന്റും സെക്രട്ടറിയും അവരുടെ പ്രസംഗങ്ങൾ. അതിനു പുറമെ ഉദ്ഘാടനം ചെയ്ത അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത്, ഈ മലയാളിയുടെ സ്വഭാവം ഈ അമൽ കുര്യനോട് പിന്നെ ഗുജറാത്തിൽ നടത്തിയ ആ വിജയം അത് കേരളത്തിലും ഒന്ന് ആവർത്തിച്ചാൽ തിരക്കേടില്ല, അതുപോലൊരു സ്ഥാപനം എന്ന് പിന്നെ കേന്ദ്രത്തിൽ നിന്ന് ആവശ്യപ്പെട്ടപ്പോൾ, അത് പിന്നെ കേരളത്തിൽ മുഴുവൻ മലയാളികളാണ്, ഒരു കാര്യവും നടക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയായിട്ട് ഇപ്പോഴും തോന്നുന്നു. കാരണം മലയാളികൾ കേരളത്തിൽ ധാരാളമായിട്ടുള്ളപ്പോൾ പിന്നെ ഒരു കാര്യവും പിന്നെ മുന്നോട്ട് പോവില്ല. അങ്ങനെയാണ് നമ്മുടെയും അനുഭവം. അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടും. എന്നാൽ ഈ ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ് പറഞ്ഞ അങ്ങനെയല്ല. അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ളവർ ആഗോള പ്രശസ്തരായതും നമ്മൾ ഇവിടെയുള്ള പ്രവാസികളൊക്കെ ഈ നിലയിലെത്തിയതും ഒക്കെ കേരളത്തിൽ നിന്ന് കിട്ടിയ വിദ്യാഭ്യാസവും കേരളത്തിൽ നിന്ന് കിട്ടിയ അറിവും ആ കൈമുതൽ അതിൻ്റെ ആ മൂലധനത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാക്കി കെട്ടിപ്പൊക്കിയത്. അതുകൊണ്ട് നമ്മൾ കേരളത്തെ കൊച്ചാക്കിയൊന്നും പറയേണ്ടതില്ല എന്ന്. നമ്മൾ കൊച്ചാക്കി പറയുന്നില്ല. തീർച്ചയായിട്ടും കേരളം ഒരു ഗംഭീര സ്ഥലമാണ്. കാരണം നമ്മളൊക്കെ വന്ന സ്ഥലമാണല്ലോ. ഒട്ടും മോശമാകാൻ വഴിയില്ല. പിന്നെ ഈ സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കണ്ടത്, ഈ 3 MLA-മാർ, VP സജീന്ദ്രൻ, പിന്നെ സെബാസ്റ്റ്യൻ, പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ, പിന്നെ അപ്പു ജോൺ ജോസഫ്, ഇവർ 3 പേര്. അതുപോലെ തന്നെ ഈ സാഹിത്യകാരന്മാർ, TD രാമകൃഷ്ണൻ, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പുസ്തകം ഫ്രാൻസിസ് ഇട്ടിക്കോര. അത് കേരളത്തിൽ നമ്മുടെ ഈ ഡാവിഞ്ചി കോഡൊക്കെ പോലെ വിറ്റഴിഞ്ഞ പുസ്തകമാണ്. ആവേശപൂർവ്വം ജനങ്ങളൊക്കെ വായിച്ച പുസ്തകമാണ്. മറ്റൊന്നാണ് ദേവകി എന്ന ദേവകി ആണ്ടാൾ ദേവകി, സുഗന്ധി എന്ന ആണ്ടാൾ ദേവകി ദേവനായകം. അത് പിന്നെ ഈ മലയാളിയിൽ അതിൻ്റെ ഒരു ഗംഭീരൻ റിവ്യൂ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിക്കണം. ഞാനത് കൃത്യമായിട്ട് പേരങ്ങ് തെറ്റിപ്പോയതുപോലെ തോന്നുന്നു. പിന്നെ ഈ ഉഷ്ണരാശി എന്ന നോവലിന് വയലാർ അവാർഡ് കിട്ടിയ KV മോഹൻകുമാർ IAS, അങ്ങനെ ഏതാനും പേര്, നാട്ടിൽ നിന്നെത്തിയ ഏതാനും പേര്, ഇവരെല്ലാം കൂടി ചേർന്ന് സജീവമായൊരു സദസ്സായിരുന്നു ഫൊക്കാനയ്ക്കുണ്ടായിരുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഈ ചെണ്ടമേളവും ഇതൊന്നും മാത്രമല്ല, ഈ ഘോഷയാത്രയും മാത്രമല്ല, സമ്മേളനം തന്നെ എന്തുകൊണ്ടും പിന്നെ ഈ നിറഞ്ഞ സദസ്സിൽ നടന്നു എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അത് ശരിയായിരുന്നു. ഇനിയിപ്പോൾ നാളെ ഇതിനേക്കാൾ ഗംഭീരമായ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. നാളെ ഈ മീഡിയ സമ്മേളനമുണ്ട് രാവിലെ. അതേസമയം തന്നെ സാഹിത്യ സമ്മേളനം, 1ാം സമ്മേളനം നടക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം 2ാം സമ്മേളനം വീണ്ടുമുണ്ട്. അതുപോലെ തന്നെ മീഡിയയിലും ഈ സാഹിത്യത്തിലും ഒക്കെ ഉള്ളവരെ ആദരിക്കുന്ന ചടങ്ങുകൾ. പിന്നെ ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തകൃതിയായ ഇലക്ഷൻ നടക്കുന്നത്. ആ ഇലക്ഷൻ്റെ പിന്നെ പ്രചാരണം ഇന്ന് എല്ലാ മുറികളിലും, ധാരാളം മുറികളിൽ ആണല്ലോ പ്രചാരണം പിന്നെ കൊടുമ്പിരിക്കൊള്ളുന്നത്. അത് എല്ലാ മുറികളിലും പിന്നെ അതിൻ്റെ സ്പിരിറ്റ് സമാഹരിച്ചുകൊണ്ട് വോട്ടർമാരെല്ലാം സജീവമായി രംഗത്ത് വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെയാണ് പിന്നെ ഫിലിപ്പോസ് ഫിലിപ്പും ലീല മാരിട്ടും തമ്മിലുള്ള ആ പൊരിഞ്ഞ പോരാട്ടം. അപ്പോൾ ആര് വിജയിക്കുമെന്നുള്ളതാണ് കാണേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെക്ക് ഉറ്റുനോക്കിയിരിക്കുകയാണ് ഈ സമൂഹം എന്ന് തന്നെ പറയാം. പിന്നെ മറ്റ് കലാപരിപാടികളും മറ്റ് മത്സരങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നു. അപ്പോൾ നാളെ നടക്കാൻ പോകുന്ന പിന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇലക്ഷൻ തന്നെ. അപ്പോൾ നാളെ എന്തുകൊണ്ടും
സുപ്രധാനമാണ്. പുതിയൊരു ഭാരവാഹി പൊക്കാനായിക്കുണ്ടാവും. എന്തായാലും ഈ ഭാരവാഹികൾ, ഈ പ്രസിഡന്റ് സജിമോനും അതുപോലെ തന്നെ സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താനും പിന്നെ ട്രഷറർ ജോയി ജാക്കബിനും ഈ 2 വർഷം അധ്വാനിച്ചത് വൃഥാവിലായില്ല എന്നാണ് ഈ കൺവെൻഷനിൽ ഒന്നാം ദിനത്തിൽ പിന്നെ പങ്കെടുക്കുമ്പോൾ തോന്നിപ്പോയത്. എന്തുകൊണ്ടും നിറഞ്ഞ സദസ്സ്, ധാരാളം ആളുകൾ. അപ്പോൾ ആളുകളെ മുഴുവൻ ഒരുപാട് ആളുകൾ വന്നപ്പോഴത്തേക്ക് തിരിച്ചയക്കുകയായിരുന്നു. അവരുടെ രജിസ്ട്രേഷൻ അനുവദിക്കാതിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വന്നു. അപ്പം മികച്ച കൺവെൻഷൻ എന്നുള്ള ലക്ഷ്യമാണ്, അല്ലാതെ ഒരുപാട് ആളെ കൂട്ടുക എന്നുള്ളത് മാത്രമല്ല ലക്ഷ്യമെന്ന് സജിമോൻ പറഞ്ഞുവെന്ന് ശ്രീകുമാർ ഉണ്ണിത്താൻ പറയുകയും ചെയ്തു. വളരെ ശരിയായ കാര്യം. മികച്ച ഒരു കൺവെൻഷനിലേക്കുള്ള ഒരു ഒരുക്കം നടക്കുന്നത് പോലെയാണ് തോന്നുന്നത്. എല്ലാം കൊണ്ടും നല്ലൊരു കൺവെൻഷൻ ആയിരിക്കും, ആസ്വാദ്യമധുരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു.